ബസ് ടെർമിനൽ ഉദ്ഘാടനത്തിനിടെ ഹോണടിച്ചെത്തിയ സ്വകാര്യ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാൻ നിർദ്ദേശിച്ച് ഗതാഗത മന്ത്രി. RTOയ്ക്കാണ് മന്ത്രി KB ഗണേഷ് കുമാർ ഈ നിർദ്ദേശം നൽകിയത്. കോതമംഗലം KSRTC ടെർമിനൽ ഉദ്ഘാടനത്തിനിടെയായിരുന്നു സംഭവം. മാധ്യമങ്ങൾ അതിനെ എങ്ങനെ വളച്ചൊടിക്കുന്നത് കരുതില്ല. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ബഹുമാനപ്പെട്ട MLA പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 15 വരുവാന്ന് അദ്ദേഹം വിചാരിച്ചു. ഞാനും പേടിച്ചു പോയി. കാരണം അവിടുന്ന് നിറച്ചാളയും വെച്ചോണ്ട് റോക്കറ്റ് വന്ന സ്പീഡിൽ അകത്തോട്ട് പോകുന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരുന്ന് എവിടെ ഇട്ട് പിടിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലേ പോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയത്തില്ലായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാൾ സ്പീഡിൽ പുറത്തോട്ട് പോകുന്നുണ്ട് ഹോൺ അടിച്ചുകൊണ്ട്. ഇതിനകത്ത് ഇത്രയും ഹോൺ അടിക്കേണ്ട കാര്യം എന്തെങ്കിലും ബസ് സ്റ്റോപ്പല്ലേ, ബസ് സ്റ്റാൻഡിനകത്തല്ലേ? നിങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുക. നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു. ഫയർ എഞ്ചിനാണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന MLA തെറ്റിദ്ധരിച്ച പോലെ ഞാനും തെറ്റിദ്ധരിച്ചു. ഇതെന്താണ് ഇങ്ങനെ പാഞ്ഞു വരുന്നത്, എന്തെങ്കിലും ബ്രേക്ക് വല്ലതും പോയി വരികയാണോ എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ ഇന്ന് പറയാനുള്ളൂ. അത് പോയി, അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഇത്രയും ജനപ്രതിനിധികളും ഇത്രയും മാധ്യമങ്ങളും ഇത്രയും ജനങ്ങളും കൂടിയിരിക്കുന്നിടത്ത്. വാർത്തയുടെ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, എന്താണ് സംഭവിച്ചത്? ഇന്ന് വൈകുന്നേരം 4 മണിയോടെയാണ് ഈ സംഭവം. ഇന്ന് വൈകുന്നേരം 4 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ കോതമംഗലത്ത് KSRTC ബസ് ടെർമിനലിന്റെ ഉദ്ഘാടനം നടക്കുകയായിരുന്നു. മന്ത്രി അടക്കമുള്ള ആളുകൾ, മന്ത്രിയും MLA മാരും മറ്റ് ജനപ്രതിനിധികളും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ MLA സംസാരിച്ചു കൊണ്ടിരിക്കെയാണ് അവിടേക്ക് അമിത വേഗതയിൽ ഹോൺ അടിച്ചുകൊണ്ട് സ്വകാര്യ ബസ് ഈ ബസ് ടെർമിനലിന്റെ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ തന്നെ MLA ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നീട് മന്ത്രി സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പ്രത്യേകമായി തന്നെ ഈ കാര്യം എടുത്തു പറയുകയും MLA വിചാരിച്ചിരുന്നത് അതൊരു ഫയർ എഞ്ചിൻ കടന്നു വരികയാണ്, ആ രീതിയിലാണ് കടന്നു വന്നത്, അത്രയധികം ഹോണുകൾ മുഴക്കിയാണ് കടന്നു വന്നത്. ശരിക്ക് MLA ഭയപ്പെട്ടു പോയി. MLA മാത്രമല്ല, താനും ഭയന്നുപോയി. അതുകൊണ്ട് തന്നെ ഇത്തരം രീതികൾ അംഗീകരിക്കാൻ കഴിയില്ല. ഗതാഗത നിയമ ലംഘനങ്ങൾക്കെതിരെ ശക്തമായി തന്നെയുള്ള നടപടികൾ സ്വീകരിക്കണം. പലപ്പോഴും ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരുന്നത് ഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ്. ഹൈക്കോടതിക്കടക്കം ഇതിന് മറുപടി നൽകേണ്ടി വരുന്നു. ഇത്തരം നിയമലംഘനങ്ങൾ ആവർത്തിക്കുമ്പോൾ കോടതിയിൽ നിന്ന് നിരന്തരമായ ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെല്ലാം മറുപടി നൽകേണ്ടി വരുന്നത് തങ്ങളാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ പെർമിറ്റ് റദ്ദാകുമെന്ന് മന്ത്രി പറയുകയും ചെയ്തത്. നേരത്തെ KSRTC ബസ്സിലെ ഡാഷ്ബോർഡിൽ കുപ്പികൾ കൂട്ടിയിട്ടതിന് പൊൻകുന്നത്ത് ഡിപ്പോയിലെ ഡ്രൈവർക്കെതിരെ ശക്തമായ നടപടി എടുത്തിരുന്നു. ചില ഘട്ടങ്ങളിലെല്ലാം മന്ത്രിക്ക് ഇതിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. വലിയ രീതിയിൽ ഷോ കാണിക്കുന്നു എന്ന രീതിയിലെല്ലാമുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമായിരുന്നു ചില ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായത്. എന്നാൽ മന്ത്രി വ്യക്തമാക്കിയത് ഇത്തരം നിയമലംഘനങ്ങൾ തന്റെ കൺമുന്നിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ നടപടിയെടുക്കാൻ നിർദ്ദേശിക്കുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ബസ്സിനെതിരെയും നടപടിക്ക് മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശരി, ജിജീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.